പ്രവാസികൾക്ക് ഇത്തവണ ഓണത്തിന് സന്തോഷമില്ല. 3 മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷനാണ് UDF സർക്കാർ കുടിശ്ശികയാക്കിയിരിക്കുന്നത്. അടിയന്തരമായി പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാനാണ് സംഘടനയുടെ തീരുമാനം. പെൻഷൻ 1 മാസവും മുടങ്ങാതെ കൊടുക്കണമെന്നുള്ള UDF സർക്കാരിന്റെ നയത്തിന്റെ ഭാഗം കൂടിയാണിത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നൽകിയ പ്രതികരണമാണിത്. UDF സർക്കാരിന്റെ നയം ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രവൃത്തി ഇപ്പോഴും 2011-16 കാലത്തെ പോലെ തന്നെയാണ്. 3 മാസമായി പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട്. പെൻഷൻ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനാ ഭാരവാഹികൾ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ഓഫീസിൽ കയറിയിറങ്ങുകയും ചെയ്തു. പക്ഷേ ഒരു ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് നമുക്കെല്ലാം പ്രതീക്ഷയായിരുന്നു. ഇന്നിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും പ്രതീക്ഷയായിരുന്നു. എന്തായാലും ഓണത്തിന് മുന്നേ 1 മാസ പെൻഷനും കൊടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ പ്രവാസികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിട്ടിരിക്കുകയാണ് ഈ സർക്കാർ. കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കാനുള്ള പ്രവാസികളുടെ അവകാശത്തെയാണ് സർക്കാർ ഇപ്പോൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, സന്തോഷത്തിലൊരു ഓണം ഇല്ല. ഞങ്ങൾക്ക് മറ്റു പെൻഷനൊന്നുമില്ല. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി അല്ല, അല്ലാതെ വേറെ കിട്ടുന്ന കർഷകർക്ക് അതുപോലെയുള്ള പെൻഷനും ഇല്ല. 2000 രൂപ അതുമില്ല. ഈ പ്രവാസിയുടെ ഒരു പെൻഷനേ ഉള്ളൂ. എനിക്കിപ്പോൾ 62 വയസ്സായി. അപ്പം ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണില്ല. അപ്പം ഞങ്ങൾക്ക് മരുന്ന് വാങ്ങാനാണ്. ഓണത്തിനേക്കാൾ ഉപരി എല്ലാ മാസവും 4000 രൂപ കൂടുതൽ മരുന്ന് വാങ്ങണവരാണ്. പല അസുഖങ്ങളും ഉണ്ട്. അംശാദായമായി തങ്ങളടച്ച രൂപയാണ് സർക്കാർ തിരിച്ചു നൽകാതെ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നതെന്നാണ് പ്രവാസികളുടെ സങ്കടം. കാല് മുറിച്ചിട്ട് തന്നെ 3 വർഷത്തിൽ കൂടുതലായി. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷനിലാണ് മരുന്ന് വാങ്ങുന്നത്. ഇപ്പോൾ പെൻഷൻ ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭാര്യയുടെ ആൾക്കാരിൽ നിന്നും കാശ് മറിച്ചും മക്കൾ വല്ലതും അയക്കുന്നതും കൊണ്ടാണ് ഈ കാലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യ ഓണക്കാലത്താണ് പ്രവാസികൾ പെൻഷനായി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നത്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. പെൻഷൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് നേരത്തെ സംഘടന പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. LDF സർക്കാരിന്റെ കാലത്ത് 1 മാസം പോലും മുടക്കമില്ലാതെ നൽകിയ പെൻഷനാണ് UDF സർക്കാർ അധികാരത്തിലേറിയ 3 മാസം കൊണ്ട് മുടക്കിയിരിക്കുന്നത്. പെൻഷൻ മുടങ്ങിയത് 96,000 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് ലീഗ് തർക്കം കാരണം പുതിയ ഡയറക്ടർ ബോർഡും ഇതുവരെ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.